വർഷങ്ങളായി ഇന്ത്യൻ അസോസിയേഷൻ മുൽക്കുവേൻ നടത്തിവരുന്ന മെഗാ ഫ്രീ മെഡിക്കൽ ക്യാമ്പ് ഇന്ന് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അസോസിയേഷൻ ഓഫ് കേരള മെഡിക്കൽ ഗ്രാജുവേറ്റ്സും അതുപോലെ കേരള ഫാർമസിസ്റ്റ് കൗൺസിലും എമിറേറ്റ്സ് ഹെൽത്ത് സർവീസും മിനിസ്റ്റർ ഓഫ് ഹെൽത്തുമെല്ലാം ചേർന്നുകൊണ്ടാണ് ഈ ക്യാമ്പ് ഇവിടെ നടത്തുന്നത്. 40-ലധികം ഡോക്ടർമാരും 100-ലധികം പാരാമെഡിക്കൽ സ്റ്റാഫും അതുപോലെ 50-ലധികം നഴ്സുമാരുമെല്ലാം ഇതിനുവേണ്ടി സേവന സജ്ജമായി പ്രവർത്തിക്കുന്നു. അതുപോലെ ഞങ്ങളുടെ ഈ ക്യാമ്പിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ക്യാമ്പ് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഫോളോ അപ്പാണ്. ഇതിൽ നിന്നും വരുന്ന പുതിയ കുറെ ക്രോണിക് BP ഷുഗർ പേഷ്യൻസിനെ ഞങ്ങൾ വേർതിരിച്ച് അവരുടെ ഫയൽ മാറ്റി എല്ലാ മാസവും 2ാമത്തെ ഞായറാഴ്ച അസോസിയേഷനിൽ വെച്ചിട്ട് അവർക്ക് പ്രത്യേക ചെക്കപ്പും കാര്യങ്ങളും നൽകി ഡോക്ടറെ കാണേണ്ടവരെ കാണിച്ച് അവർക്ക് മെഡിസിൻ മാറ്റേണ്ടവർക്ക് മാറ്റി അവർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു വരുന്നു. മെഡിക്കൽ ക്യാമ്പ് ഒരു നല്ലൊരു ഇനിഷ്യേറ്റീവ് അല്ല, കണ്ടിന്യൂസ് ഗോയിങ് ഓൺ പ്രോസസ്സാണ്. ഇടയ്ക്ക് നിന്നിരുന്നു, ബട്ട് ഇവൻ്റ് ഇപ്പോൾ കണ്ടിന്യൂ ചെയ്ത് നല്ല കാര്യമാണ്. ബിക്കോസ് ഇവിടെ കൂടുതലും ഉള്ളത് ലേബേഴ്സാണ്. അവർക്ക് ഭയങ്കരമായിട്ട് ഹെൽപ്പാണ് ഇങ്ങനെ ഒരു ഇതുള്ളത്. കാരണം BP ആയാലും ഷുഗർ ആയാലും ബേസിക് കാര്യങ്ങൾ അവർ നോക്കുന്നതേ ഇല്ല. ബിക്കോസ് അവർ ഒന്നുമില്ല, ഒരു ക്ലിനിക്കിൽ പോകണം അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിൽ പോകണം, അവരങ്ങനെ പോകുന്നുമില്ല, നോക്കുന്നില്ല. ഇപ്പോൾ കൈവേദന കാലുവേദന എന്തെങ്കിലും ഫാർമസി പോകും, മെഡിസിൻ മേടിക്കും എടുക്കും. ബട്ട് ഇതങ്ങനെയല്ല. ഇതപ്പോൾ അവർ നമ്മുടെ അടുത്ത് തന്നെ വരണം. BP ഉണ്ടോ ഷുഗർ ഉണ്ടോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ പലരും ഇന്ന് ചെയ്തതിൽ ഒരു പകുതി കൂടുതൽ ആൾക്കാർ ആദ്യമായിട്ട് ചെയ്തവരാണ്. അവർക്ക് പകുതി കൂടുതലൊക്കെ ഉണ്ടായിരുന്നു, അറിഞ്ഞിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മളൊരു ഫോളോ അപ്പ് പറഞ്ഞിട്ടുണ്ട്, ഡോക്ടേഴ്സിൻ്റെ അടുത്ത് ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ മന്ത്ലി ഫോളോ അപ്പ് ചെയ്ത് അവരെ മെഡിസിനോട് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു എന്താ പറയുക, ഒരു പകുതി കൂടുതൽ ആൾക്കാരുടെ കാര്യത്തിൽ അല്ലെങ്കിൽ ഒരു മെജോറിറ്റി ആൾക്കാർ രക്ഷപ്പെട്ടു. പ്രീ ഡയബറ്റിക് അല്ലെങ്കിൽ ഡയബറ്റിക് കേസിൽ നിന്ന് രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ ഒരു സൈലൻ്റ് അറ്റാക്ക് അങ്ങനത്തെ മേജർ ഇഷ്യൂസിൽ നിന്ന് അവരെ നമുക്ക് രക്ഷിക്കാൻ കഴിയും എന്നുള്ളൊരു വിശ്വാസം ഈ ഒരു ക്യാമ്പിലൂടെ ഉണ്ട്. നമ്മുടെ ഈ ഇവൻ്റ് ഇത് ഭംഗിയായി തീർക്കാൻ വേണ്ടിയിട്ട് വോളണ്ടിയേഴ്സ് എല്ലാവരും ഒന്നിനൊന്ന് മികച്ചു നിന്നവരായിരുന്നു. എല്ലാം തന്നെ ഒരു സ്ഥലത്ത് പോലും ഞങ്ങൾക്കൊന്നും തന്നെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ വളരെ നല്ല രീതിയിൽ എല്ലാവരും ഒരു ഏരിയയിൽ പോലും ഒന്നും ഇഷ്യൂസ് ഉണ്ടായിരുന്നില്ല എന്നുള്ളത് നമ്മുടെ ഈ ഇത്രയും ആൾക്കാർ പങ്കെടുത്ത ഈ മെഗാ ഇവൻറ്റിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഈ പ്രാവശ്യത്തെ മെഡിക്കൽ ക്യാമ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ വെൽ ഓർഗനൈസ്ഡ് ആയിരുന്നു. ഇനിവേ നമുക്ക് വേണ്ട എല്ലാ ഡോക്ടേഴ്സും എല്ലാ ഫെസിലിറ്റീസും വെൽ ഓർഗനൈസ്ഡ് ആയിരുന്നു. വോളണ്ടിയേഴ്സ് ആണെങ്കിൽ എല്ലാവരും നന്നായി ടേക്ക് കെയർ ചെയ്തിട്ടുണ്ട്. സോ ദാറ്റ് വി വിൽ കംപ്ലീറ്റ് ഇറ്റ് ഇൻ എ ഫൈനസ്റ്റ് വേ. താങ്ക് യു. നമ്മൾ കോവിഡിന് മുമ്പേ നിർത്തിയ ഈ മെഡിക്കൽ ക്യാമ്പ് 4-5 വർഷമായി നിർത്തിവെച്ച് ഇന്ന് വീണ്ടും ഈ വർഷം പുനരാരംഭിച്ച ഒരു വർഷമാണ് ഈ 2025 ജനുവരിയിൽ. വളരെ പാവപ്പെട്ട ആൾക്കാർക്ക് നമ്മൾ പ്ലാൻ ചെയ്ത ഈ മെഡിക്കൽ ക്യാമ്പ് വളരെയധികം വിജയകരമായി ഈ സമയത്ത് അവസാനിച്ചിരിക്കുകയാണ്. 40-ലധികം സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാർ പങ്കെടുത്ത ഈ മെഡിക്കൽ ക്യാമ്പ് ഫ്രീ ആയിട്ടുള്ള എല്ലാ ചെക്കപ്പുകളും അതുപോലെ മെഡിസിൻസും കൊടുത്തുകൊണ്ട് നമ്മളെ പാവപ്പെട്ട തൊഴിലാളികൾക്ക് നമ്മൾ ഇന്ത്യൻ അസോസിയേഷൻ ഓഫ് മെഡിക്കൽ എനിക്ക് തോന്നുന്നു UAE തന്നെ നമ്പർ 1 ഒരു മെഡിക്കൽ ക്യാമ്പായിട്ട് മാറിയിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഇന്നത്തെ മെഡിക്കൽ ക്യാമ്പിനെ പറ്റി പറയുന്നത് നമ്മൾ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ആയിട്ട് തുടങ്ങിയൊരു സംഭവമായിരുന്നു. 4 വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ നടത്തി, അതിനുശേഷം ഇന്ന് വീണ്ടും നമ്മൾ ഈ സംരംഭം മുന്നോട്ട് കൊണ്ടുവന്നു. തീർച്ചയായിട്ടും നല്ല പങ്കാളിത്തം ഇതിനകത്ത് ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും എല്ലാവരും നല്ല രീതിയിൽ തന്നെ എല്ലാ ഡോക്ടേഴ്സിനെയും കണ്ട് മുന്നോട്ട് പോയിട്ടുണ്ട്. ഇനിയും വരും കാലങ്ങളിൽ നമ്മളിത് തുടർന്നു പോകും എന്നുള്ള ഉറപ്പ് അസോസിയേഷൻ തരുന്നുണ്ട്. തീർച്ചയായിട്ടും കുറേ ആൾക്കാർ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ നമുക്ക് ഒരു പരിമിതിയുണ്ട് എല്ലാത്തിനും. ആ പരിമിതിക്ക് ഉള്ളിൽ നിർത്തിക്കൊണ്ട് തീർച്ചയായിട്ടും നല്ലൊരു ക്യാമ്പായിട്ട് ഇത് വീണ്ടും തുടർന്നു പോകുമെന്ന് ഉറപ്പ് നൽകിക്കൊണ്ട് നിർത്തുന്നു.
ഇന്ന് ഇന്ത്യൻ അസോസിയേഷൻ വർക്ക് വഴി നടത്തിയ ഈ മെഡിക്കൽ ക്യാമ്പ് ഒരു വൻ വിജയമായിരുന്നു. കാരണം എല്ലാ ലേബർ അക്കോമഡേഷനിലും പോയി ഞങ്ങളെല്ലാവരെയും ക്ഷണിച്ചിരുന്നു. എല്ലാവരും വന്ന് മെഡിക്കൽ ക്യാമ്പ് വളരെ വിജയമാക്കി തീർത്തതിൽ എല്ലാവരോടും നന്ദി രേഖപ്പെടുത്തുന്നു. താങ്ക് യു. ഒരുപാട് ദിവസത്തെ നമ്മുടെ അസോസിയേഷൻ മെമ്പേഴ്സിൻ്റെയും മാനേജിംഗ് കമ്മിറ്റിയുടെ ഒക്കെ പ്രയത്നത്തിൻ്റെ ഫലമായിട്ട് ഒരുപാട് ആളുകൾ ഈ ക്യാമ്പിൽ പങ്കെടുക്കാൻ പറ്റി. ഒരുപാട് പാവപ്പെട്ട ലാബർ കാറ്റഗറിയിലുള്ള ആളുകൾക്കാണ് ഇതിന് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ്സ് ഉണ്ടാകുന്നത്. കാരണം എല്ലാവിധ ഡോക്ടേഴ്സും ഈ ക്യാമ്പിലുണ്ടായിരുന്നു. അതുപോലെ തന്നെ എല്ലാവർക്കും ഫ്രീ മെഡിസിൻ, അതുപോലെ തന്നെ ഫ്രീ ടെസ്റ്റ്, ലാബ് ടെസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ള ഒരു വലിയൊരു പ്രോഗ്രാം എന്തായാലും ഇന്ത്യൻ അസോസിയേഷൻ്റെ ചരിത്രത്തിൻ്റെ ഒരു ഭാഗം. ഇത് എല്ലാ വർഷങ്ങളിലും നടന്നു വരുന്ന പരിപാടിയാണ്. എങ്കിൽ കൂടെ ഇത് കുറച്ചുകൂടി മികച്ചു നിൽക്കുന്നൊരു പ്രോഗ്രാം അല്ലെങ്കിൽ മാറ്റാൻ നമുക്ക് സാധിച്ചു.